ഈസോൺ കലോത്സവത്തിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച പ്രതികളെ രമേശ് ചെന്നിത്തല വിയൂർ ജില്ലാ ജയിലിലെത്തി കണ്ടു. സൂരജ് സജ്ജീകരണമുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ജയിലിലെത്തി കണ്ടു, രമേശ് ചെന്നിത്തല കണ്ടു, കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, എന്താണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് രമേശ് ചെന്നിത്തല വിയൂർ ജില്ലാ ജയിലിലെത്തി പ്രതികളെ കണ്ടിരിക്കുന്നത്. SFI പ്രവർത്തകരെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച പ്രതികളാണ് ഈ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേർ. അവരാണ് വിയൂരിലെ ജയിലിൽ കഴിയുന്നത്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇങ്ങോട്ടെത്തി ഈ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല പോലീസിന്റെ നിസ്സംഗതയാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ആക്ട് ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി. ഈ സംഘർഷത്തിന് പിന്നാലെ വിവിധ ക്യാമ്പസുകളിൽ ഈ SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണ്. പക്ഷേ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് പക്ഷേ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നില്ലെന്നും ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ളതുമാണ് അദ്ദേഹം വിമർശനമായി ഉയർത്തിയത്. അതോടൊപ്പം തന്നെ ഈ പെരിയ കേസിലെ പ്രതികളെ നേരത്തെ CPM നേതാക്കൾ ജയിലിലെത്തി സന്ദർശിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിവാദമായതാണ്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചു. അതിന് സമാനമായ ഒരു സന്ദർശനമല്ല ഇതെന്ന് ചോദിച്ചപ്പോൾ അതിന് സമാനമായ സന്ദർശനമല്ല, രണ്ടും രണ്ടാണ്, ഇവരെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ സ്വാഭാവികമായ ഒരു പ്രതിരോധം അത് മാത്രമാണ് അവിടെ KSU പ്രവർത്തകർ തീർത്തത്. ഡീസോൺ കലോത്സവം അലങ്കോലമാക്കാൻ SFI ശ്രമിച്ചു. പക്ഷേ അതിനകത്ത് പോലീസ് ആദ്യമേ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഒഴിവാക്കാം എന്നുള്ള മറുപടിയാണ് രമേശ് ചെന്നിത്തല നൽകിയത്. എന്തായാലും SFI പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 3 പേരെ കോൺഗ്രസ് കൈവിടുന്നില്ല. ഈ നേരത്തെ ധീരജ് വധക്കേസിൽ പ്രതിയായിരുന്ന നിഖിൽ പൈലിയെ എങ്ങനെയാണോ പാർട്ടി ചേർത്ത് നിർത്തിയത് അതിന് സമാനമായ നിലപാട് ഈ കേസിലും കോൺഗ്രസ് കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കീർത്തന. ശ്രീ സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആ KSU പ്രവർത്തകരെ കണ്ടതിന് ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പ്രതികരണത്തിലേക്ക്. പോലീസ് ഏകപക്ഷീയമായ പെരുമാറ്റമാണ് നടത്തിയത്. അവിടെ കലോത്സവം നടത്താതിരിക്കാൻ പുറത്തുനിന്ന് ഗുണ്ടകളടക്കമുള്ളവർ വന്ന് മർദ്ദനം നടത്തിയിട്ട് പോലീസ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടില്ല. KSUക്കാരെ ഇന്ന് കേരളം മുഴുവൻ SFIക്കാരും മാർക്സിസ്റ്റുകാരും ചേർന്ന് അടിക്കുകയാണ്. അവരുടെ ഒന്നും പേരിൽ കേസില്ല. എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ്. ഇത് ശരിയായ നടപടിയല്ല. പോലീസ് ആക്ട് ചെയ്യുക, ഞങ്ങളുടെ കുട്ടികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കുന്നു. ഞങ്ങളുടെ കുട്ടികളെ അടിക്കുന്നവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അത് SFI പ്രവർത്തകരുടെ മർദ്ദനത്തിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന് ഇതിനോടകം തന്നെ KSU ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ SFIക്ക് ഭരണം നഷ്ടമായതിൽ പിന്നെ അക്രമം അഴിച്ചുവിടുകയാണെന്നൊക്കെയാണ് KSUവിന്റെ ആരോപണം. ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്തായാലും ഈ ഇവിടെ പരിക്കേറ്റ കുട്ടികൾ കൂടിയാണ്, ജയിലിൽ കഴിയുന്നവരെ നേരിട്ടെത്തിയാണ് കണ്ടത്. കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ വലിയ അടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായി മാറുന്നതിൽ ഒരു സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും കലോത്സവം ഇനിയും തുടർന്ന് നടക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ?